Welcome to BioSolutions video classes. നമ്മൾ 8th ബയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്ററിലെ 2 പീരീഡ് ഇതോടകം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാമത്തെ പീരീഡിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷനെ കുറിച്ചായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു, അത് കഴിഞ്ഞ് പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷനെ കുറിച്ച് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ബീയിങ്ങിലെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. ഓക്കെ, ദ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻസ്. അപ്പോൾ നമുക്ക് ഹ്യൂമൻസിലെ റീപ്രൊഡക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്കിതിൽ ആദ്യം പഠിക്കുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ റീപ്രൊഡക്ഷൻ സഹായിക്കുന്ന ഓർഗൻസിൻ്റെ ഗ്രൂപ്പാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഉണ്ട്. Okay, so the reproductive system is nothing but these are the organs which present in our body which helps in reproduction. Reproduction സഹായിക്കുന്ന ഓർഗൻസിൻ്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, ആ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തന്നെ രണ്ടെണ്ണം ഉണ്ടാവും, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും. ഓക്കെ, among them first of all we are going to discuss about male reproductive system. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ആൻഡ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് മെയിൻലി 4 പാർട്സ്. 4 ഭാഗങ്ങളാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് പ്രധാനമായിട്ടുള്ളത്. ദേ ആർ 1 ടെസ്റ്റിസ്, സെക്കൻഡ് 1 വാസ് difference, third one prostate gland, and the last one is penis. Okay, so these are the 4 important parts of male reproductive system. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ ഇവയാണ്: ടെസ്റ്റിസ്, വാസ് ഡിഫറൻസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് penis. Okay, so here we are going to discuss about all these 4 parts detailedly. Okay, so shall we start with testis? Testis വെച്ച് നമുക്ക് തുടങ്ങാം. ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ടെസ്റ്റിസ് ക്യാൻ ബി സീൻ ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് കാണുന്ന എ പെയർ ഓഫ് ടെസ്റ്റിസ്, 2 ടെസ്റ്റിസ് ഉണ്ടാവും ഒരു മെയിൽ ബോഡിയിൽ. സോ എ പെയർ ഓഫ് ടെസ്റ്റിസ് ക്യാൻ ബി സീൻ ഔട്ട്സൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. ഓക്കെ, അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് കാണുന്ന 2 ടെസ്റ്റിസ് ആണ് എന്ത്? നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഓക്കെ, സോ ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് നത്തിങ് ബട്ട് it is a pair of testes which can be seen outside the abdominal cavity. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് കാണുന്ന 2 ടെസ്റ്റിസുകളാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം. ഓക്കെ, ഇനി ഈ 2 ടെസ്റ്റിസുകളുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ, ദ ടെസ്റ്റിസ് നീഡ് ടു പെർഫോം 2 ഡ്യൂട്ടീസ്. ടെസ്റ്റിസിന് 2 ഡ്യൂട്ടീസ് ആണ് ചെയ്യാനുള്ളത്. among them first duty is to produce male gamete. ഓക്കെ, നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസിൽ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഒക്കെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ആനിമൽസിലും പ്രത്യേകിച്ച് ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ എന്തുണ്ട്? മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഉണ്ട്. അതിൽ മെയിൽ ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ഈ ടെസ്റ്റിസ്. ഓക്കെ, ഇനി മെയിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് സ്പേം ആണ് കേട്ടോ. മെയിൽ ഗ്യാമേറ്റ് ഈസ് സ്പേം ഈസ് നോൺ ആസ് ദ മെയിൽ ഗ്യാമേറ്റ്. മെയിൽ ഗ്യാമേറ്റ് എന്ന് പറയപ്പെടുന്ന സ്പേമുകളാണ്. നമുക്കറിയാം, സ്പേംസിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ എന്തായാലും മെയിൽ ഗ്യാമേറ്റായ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടെസ്റ്റിസിൻ്റെ ഒരു ഡ്യൂട്ടി. ഓക്കെ, ആൻഡ് 1 more duty is there for testis. Testis helps to produce a male sex hormone. സെക്ഷൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഒരു മെയിൽ സെക്സ് ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണിൻ്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, മെയിൽ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു ഡ്യൂട്ടി കൂടി ആർക്കുണ്ട്? ടെസ്റ്റിസിനുണ്ട്. ഓക്കെ, സോ ടെസ്റ്റിസ് നീഡ് ടു പെർഫോം 2 ഡ്യൂട്ടീസ്. 2 ഡ്യൂട്ടീസാണ് ടെസ്റ്റിസിന് പെർഫോം ചെയ്യാനുള്ളത്. ഒന്ന് സ്പേം പ്രൊഡക്ഷനാണ്.
Okay, it helps in the production of sperm. Sperm is the male gamete. And the next duty is it helps to produce sex hormone. Sex hormone aya testosterone. Testosterone എന്ന sex hormone produce ചെയ്യുക എന്നൊരു ഡ്യൂട്ടി കൂടി ആയിരിക്കുന്നുണ്ട് ടെസ്റ്റിസിൽ ചെയ്യാണ്ട്. Okay, so these are the two duties of testis. And testis is covered by a membrane. Okay, ഒരു മെംബ്രെയിൻ കൊണ്ട് ഒരു തിൻ മെംബ്രെയിൻ കൊണ്ട് ടെസ്റ്റിസ് കവർ ചെയ്തിട്ടുണ്ട്. And that membrane name is called scrotal sac. Okay, testis is covered by a thin membrane and that membrane is called a scrotal sac. Or testis can be seen inside a thin membrane called a scrotal sac. ഈ സ്ക്രോട്ടൽ സാക്ക് എന്ന് പറഞ്ഞ മെംബ്രെയിൻ ഉള്ളിലാണ് ടെസ്റ്റിസുകൾ. രണ്ട് ടെസ്റ്റിസും കാണുക എവിടെയാണ്? ഈ സ്ക്രോട്ടൽ സാക്കിൻ്റെ മുന്നിലാണ്. അല്ലെങ്കിൽ രണ്ട് ടെസ്റ്റിസിനെയും കവർ ചെയ്തുകൊണ്ട് സ്ക്രോട്ടൽ സാക്ക് എന്നൊരു മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. ഓക്കെ, നൗ വാട്ട്സ് ദ ഡ്യൂട്ടി ഓഫ് സ്ക്രോട്ടൽ സാക്ക്? എന്താണ് സ്ക്രോട്ടൽ സാക്കിൻ്റെ ഡ്യൂട്ടി? സ്ക്രോട്ടൽ സാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 37 ആണ്. നോർമൽ ബോഡി ടെമ്പറേച്ചർ പറഞ്ഞാൽ 37 ആണ്. പക്ഷേ ആ 37 ഡിഗ്രി സെൽഷ്യസ് പോരാ സ്പേം പ്രൊഡക്ഷന്. സ്പേം പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ കുറച്ചുകൂടെ കുറഞ്ഞ ടെമ്പറേച്ചർ വേണം. 35 to 36. ഓക്കെ, 35 to 36 ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സ്പേം പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ സ്പേം പ്രൊഡക്ഷൻ ആവശ്യമായ ആ ഒരു കുറഞ്ഞ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സ്ക്രോട്ടൽ സാക്കിൻ്റെ ഡ്യൂട്ടി. Okay, so what's the duty of scrotal sac? Scrotal sac maintain the low temperature which helps in the sperm production. Sperm production സഹായിക്കുന്ന ഒരു sperm production യൂസ്ഫുൾ ആവുന്ന ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സ്ക്രോട്ടൽ സാക്കിൻ്റെ ഡ്യൂട്ടി. ഓക്കെ അല്ലേ? സോ ദാറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് സ്ക്രോട്ടൽ സാക്ക്. സ്ക്രോട്ടൽ സാക്ക് ഈസ് എ തിൻ മെംബ്രെയിൻ വിച്ച് ക്യാൻ ബി സീൻ അറൌണ്ട് ദി ടെസ്റ്റിസ് and scrotal sac helps to maintain the lower temperature which helps in the sperm production at the testis. ടെസ്റ്റിസിൽ ലോ ടെമ്പറേച്ചർ കുറച്ച് കുറയ്ക്കാം. ഒരു 35 മുതൽ 36 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്ക്രോട്ടൽ സാക്കാണ്. ആ ടെമ്പറേച്ചറിൽ മാത്രമേ സ്പേം പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ടെസ്റ്റിസ്. Now second one is vas deferens. Vas deferens is nothing but it is a duct. ഇതൊരു കുഴലാണ്. It is a duct which carries sperm from testis to urethra. Okay, urethra എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം? യൂറിത്ര ഒക്കെ ചെറിയ ക്ലാസ് പഠിച്ചാണ് നിങ്ങൾ. യൂറിനൊക്കെ പുറത്തേക്ക് വരുന്ന ട്യൂബാണ് അല്ലേ? യൂറിത്ര ഇസ് എ ട്യൂബ് ത്രൂ യൂറിൻ കം ഔട്ട്സൈഡ്. 7ാം ക്ലാസ് നിങ്ങൾ പഠിച്ചാണ്. യൂറിൻ പുറത്തേക്ക് വരുന്ന ട്യൂബാണ് യൂറിത്തർ. ഈ യൂറിത്തറിലേക്ക് സ്പേമിനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് വാസ് ഡിഫറൻസിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, സോ ദ സെക്കൻഡ് പാർട്ട് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് വാസ് ഡിഫറൻസ്. വാസ് ഡിഫറൻസ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ ഡക്റ്റ് വിച്ച് ക്യാരി സ്പേംസ് ഫ്രം ടെസ്റ്റിസ് ടു യൂറിത്തർ. ടെസ്റ്റിസിലുള്ള സ്പേമിനെ, ടെസ്റ്റിസിൽ പ്രൊഡക്ഷൻ നടക്കുന്ന സ്പേമിനെ യൂറിത്തറിലേക്ക് ക്യാരി ചെയ്യുന്ന കുഴലിനെ വിളിക്കുന്ന പേരാണിത് വാസ് ഡിഫറൻസ്. ആൻഡ് വാസ് ഡിഫറൻസ് വാസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ടാമത്തേതാണ് വാസ് ഡിഫറൻസ് ആണ്. ഇതൊരു കുഴലാണ്, ഒരു ഡക്റ്റാണ്. ഡ്യൂട്ടി എന്താ? ഇറ്റ് ക്യാരി സ്പേംസ് വിച്ച് പ്രൊഡ്യൂസ്ഡ് ബൈ ടെസ്റ്റിസ് ഇൻ ടു യൂറിത്തർ. ഓക്കെ, ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് നമ്മുടെ സ്പേമിനെ എവിടേക്ക് എത്തിക്കുക? നമ്മുടെ യൂറിത്തർ എന്ന ട്യൂബിലേക്ക് എത്തിക്കുന്ന ആളാണ് ഏത്? വാസ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ രണ്ട് ഭാഗം ക്ലിയർ ആയല്ലോ, ടെസ്റ്റിസും വാസ് ഡിഫറൻസും. നൗ തേർഡ് പാർട്ട് ഈസ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ, ഒരു പ്രത്യേകതരം ഓർഗനാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് വിച്ച് പ്രസൻറ്റ് ഇൻ ദി റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒരു സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെക്രീഷൻ. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സെക്രീഷൻ, ലിക്വിഡ് പോലെ ഒരു സെമി ഫ്ലൂയിഡ്, ഒരു ജെൽ ലൈക്ക്, ഒരു ജെല്ല് പോലെയുള്ള ഒരു സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യും ആര്? നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ആൻഡ് വാട്ട്സ് ദ ഡ്യൂട്ടി ഓഫ് ദാറ്റ് സെക്രീഷൻ? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷനാണ് എന്ത് ചെയ്യുക? നമ്മുടെ സ്പേംസിന്, മെയിൽ ഗ്യാമേറ്റായ സ്പേംസിന് ആവശ്യമായ ന്യൂട്രിയൻസും അതുപോലെ അതിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുക ഒക്കെ ചെയ്യുന്ന ആരാണ്? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷനാണ്.
Okay, so prostate gland is one of important part which present in the male reproductive system, and prostate gland produce a special type of secretion. Prostate gland ഒരു secretion produce ചെയ്യും. ആ secretion ഒരുപാട് factors ഉണ്ടാവും. In that secretion different type of factors are present which need to perform two duties. രണ്ട് ഡ്യൂട്ടിയാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലുള്ള സെക്രീഷനിലുള്ള ഫാക്ടേഴ്സ് ചെയ്യുക. ഒന്ന് സ്പേമിന് ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക, രണ്ട് സ്പേംസിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കാം. ഓക്കെ, അപ്പോൾ സ്പേംസിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുകയും സ്പേംസിന് ആവശ്യമായ ന്യൂട്രിയൻസ് നൽകുകയും ചെയ്യുന്ന ഒരു സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണിത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ, ഇനി ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷനും സ്പേമും കൂടി ചേരും. ഓക്കെ, സ്പേം ആൻഡ് ദ സെക്രീഷൻ ബൈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇത് രണ്ടും കൂടെ കൂടിച്ചേരും. ആ കൂടിച്ചേർന്നുണ്ടാകുന്ന മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമൻ. ഓക്കെ, സെമൻ. Okay, so what you mean by semen? Semen is the mixture of sperm and the secretion by prostate gland. Prostate glandും അതുപോലെ സ്പേമും കൂടി ചേരുന്ന മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണെന്ത്? സെമൻ. ഓക്കെ, ഈ സെമനാണ് ആക്ച്വലി എങ്ങോട്ട് വരിക? യൂറിത്തറിലേക്ക് വരിക. അതായത് ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗ്യാമേറ്റ് സ്പേംസ് വാസ് ഡിഫറൻസിലൂടെ വരുമ്പോൾ ആ വാസ് ഡിഫറൻസിലേക്ക് ഏതും കൂടെ വരും? ഈ സെക്രീഷൻ കൂടി വരും. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ കൂടി വരും. ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷനും അതുപോലെ സ്പേമും കൂടി ചേർന്നിട്ട് സെമൻ എന്ന് പറഞ്ഞൊരു മിക്സ്ചർ ആവും. ആ സെമനാണ് എന്ത് ചെയ്യുക? നമ്മുടെ യൂറിത്തറിലൂടെ പുറത്തേക്ക് വരാം. ഓക്കെ അല്ലേ? അപ്പോൾ അത്തരത്തിൽ യൂറിത്തറിലൂടെ പുറത്തേക്ക് വരുന്ന ആ സെമൻ, അതായത് സ്പേമും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷന് കൂടി സെമമാവും. ആ സെമനാണ് എന്ത് ചെയ്യുക? നമ്മുടെ യൂറിത്തറിലൂടെ പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ സെമൻ യൂറിത്തറിലൂടെ പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. എന്താ വിളിക്കുക? ഇൻസെമിനേഷൻ. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ഇൻസെമിനേഷൻ? ഇൻസെമിനേഷൻ ഈസ് നത്തിങ് ബട്ട് എന്താണ്? ഇസ് ദ സെക്രീഷൻ ഓഫ് സെമൻ ത്രൂ യൂറിത്ര. യൂറിത്രയിലൂടെ സെമൻ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്? നമ്മുടെ മൂന്നാമത്തെ ഭാഗമായ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ ഉണ്ട്. ആ സെക്രീഷനിലുള്ള ഫാക്ടേഴ്സാണ് സ്പേംസിന് ആവശ്യമായ ന്യൂട്രിയൻസും അതോടൊപ്പം തന്നെ സ്പേംസിന് ആവശ്യമായ സ്പേംസിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നതും ആ സെക്രീഷനാണ്. പിന്നെ പറഞ്ഞെന്തായിരുന്നു? ആ സെക്രീഷനും സ്പേമും കൂടി ചേർന്ന് സെമൻ എന്ന് പറഞ്ഞൊരു മിക്സ്ചറായിട്ട് മാറും. ആ സെമൻ എന്ന മിക്സ്ചറാണ് യൂറിത്തറിലൂടെ ബോഡിക്ക് പുറത്തേക്ക് റിലീസ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ സെമൻ യൂറിത്തറിലൂടെ സെക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻസെമിനേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ തേർഡ് പാർട്ട് ഇസ് കോൾഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഇസ് പെനിസ്. Penis is the important part of sexual male reproductive system. അതിൽ പ്രത്യേകതരം എന്തുണ്ടാവും? പ്രത്യേകതരം മസിൽസും പ്രത്യേകതരം ബ്ലഡ് സ്പേസസ് ഒക്കെ ഉള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഓർഗനാണ് പെനിസ്. ഓക്കെ, സോ പെനിസ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ സ്പെഷ്യലൈസ്ഡ് ഓർഗൻ in which we can see special type of muscles, blood spaces, etc. ഓക്കെ, പ്രത്യേകതരം ബ്ലഡ് സ്പേസസും മസിൽസും ഒക്കെ ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓർഗനാണ് പെനിസ്. ആൻഡ് ഇൻസൈഡ് ദ പെനിസ് ദ യൂറിത്തർ ക്യാൻ ബി സീൻ. യൂറിത്തർ കാണുക പെനിസിൻ്റെ ഉള്ളിലൂടെയാണ്. ഓക്കെ, അപ്പോൾ പെനിസ് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പിക്ചർ അതേപോലെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് വെച്ച് വേണം ഈ ക്ലാസ് കാണാൻ. ഓക്കെ, തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, എന്നാലും സാറില്ല. എന്ത് ചെയ്യുക? ക്ലാസ് കണ്ടിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യുക? നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ഈ ക്ലാസ് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ അഥവാ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സാറില്ല ഒന്നും കൂടെ കണ്ടു കേട്ടോ. ഒരു തവണ കൂടി എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇട്ട് കാണാം, ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ വെച്ചിട്ട് ഈ ക്ലാസ് കാണണേ. ഓക്കെ, അപ്പോൾ പെനിസ് എന്താണ്? പെനിസ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഓർഗനാണ്. സെക്ഷൽ നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഓർഗനാണ് പെനിസ്. പെനിസിൻ്റെ ഉള്ളിലൂടെയാണ് യൂറിത്ര കാണുക. പെനിസ് പറഞ്ഞാൽ പ്രത്യേകതരം മസിൽസും അതേപോലെ തന്നെ പ്രത്യേകതരം ബ്ലഡ് സ്പേസസ് ഒക്കെ ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓർഗനാണിത് പെനിസ്.
ഓക്കെ, അപ്പോൾ പെനിസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, വജൈനയിലേക്ക് സ്പേംസ് ഡിപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് എ മേജർ ഡ്യൂട്ടി ഓഫ് പെനിസ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെനിസ് ദ സ്പേംസ് ആർ ഡിപ്പോസിറ്റഡ് ഇൻ ടു വജൈന. വജൈന എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ തൽക്കാലം എന്ത് ഓർത്ത് വെക്കുക, വജൈനയിലൂടെയാണ് എന്ത് ചെയ്യുക, വജൈനയിലേക്കാണ് ഈ സ്പേംസ് എത്തിച്ചേരുക. വജൈനയിലേക്ക് സ്പേംസ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ്, നമ്മുടെ പെനിസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, സോ ദ സ്പേംസ് ആർ ഡിപ്പോസിറ്റഡ് ഇൻ ദി വജൈന ത്രൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്, പെനിസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഓക്കെ അല്ലേ. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവയെല്ലാമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗം ഇതൊക്കെയാണ്: ടെസ്റ്റിസ്, വാസ് ഡിഫറൻസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, പെനിസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇത് കാണുമ്പോൾ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ആക്കി വെക്കുക. ഏതിലെ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പിക്ചർ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് വേണം ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട ഭാഗം ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് കാണുന്ന ഭാഗമാണ്. 2 ടെസ്റ്റിസുകൾ ഉണ്ടാവും. അത് 2 ഡ്യൂട്ടിൻ്റെ സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, മെയിൽ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണും പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ കവർ ചെയ്തുകൊണ്ട് സ്ക്രോട്ടൽ സാക്ക് എന്നൊരു ഭാഗമുണ്ട്. അതാണ് ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, സ്പേം പ്രൊഡക്ഷൻ ആവശ്യമായ ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത വാസ് ഡിഫറൻസ് ആണ്. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിനെ യൂറിത്തറിലേക്ക് ക്യാരി ചെയ്യുന്ന ആളാണ് വാസ് ഡിഫറൻസ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒരു സെക്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അതിലുള്ള ഫാക്ടേഴ്സാണ് എന്തിനു സഹായിക്കുക, നമ്മുടെ സ്പേംസിൻ്റെ മൂവ്മെൻറ്റിൻ്റെയും ന്യൂട്രീഷനും സഹായിക്കുക അല്ലേ. ഈ സെക്രീഷനും അതോടൊപ്പം സ്പേമും കൂടി ചേർന്നുണ്ടാകുന്ന സാധനമാണ് സെമൻ. സെമൻ യൂറിത്തറിലൂടെ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിലീസ് ചെയ്യും. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഇൻസെമിനേഷൻ അല്ലേ. പിന്നെന്ത് പറഞ്ഞു, പെനിസിനെ കുറിച്ച് പറഞ്ഞു. പെനിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഓർഗനാണ്. പെനിസിൻ്റെ ഉള്ളിലാണ് യൂറിത്തർ ഉണ്ടാവുക. പെനിസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ മെയിൽ ഗ്യാമേറ്റായ സ്പേംസിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ വജൈനയിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുക. ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ്, പെനിസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, നമുക്ക് ഇതോടൊപ്പം തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം കൊണ്ട് സ്പേമിനെ കുറിച്ച്. മെയിൽ ഗ്യാമേറ്റായ സ്പേം. ഓക്കെ, സോ സ്പേം ഇസ് ദ മെയിൽ ഗ്യാമേറ്റ് ആൻഡ് സ്പേം വിൽ ബി released outside the body through urine with prostate gland secretion. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സെക്രീഷനും സ്പേമും കൂടി ചേർന്ന് സെമൻ ആയിട്ടാണ് പുറത്തേക്ക് റിലീസ് ചെയ്യുക അല്ലേ. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഇൻസെമിനേഷൻ. അതേപോലെ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, ഒരുപാട് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ദ നമ്പർ ഓഫ് സ്പേംസ് ആർ മില്യൺസ് ഓഫ് സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ മില്ലിമീറ്റർ ഓഫ് സെമൻ. ഒരു സെമൻ്റെ ഒരു മില്ലി ലിറ്ററിൽ ചിലപ്പം ലക്ഷക്കണക്കിന് സ്പേംസ് ഉണ്ടായി, അത്രയും ചെറുതാണ് കേട്ടോ. അപ്പോൾ സ്പേംസിൻ്റെ പ്രത്യേകത എന്താണ്, സ്പേംസ് എന്ന് പറഞ്ഞാൽ മെയിൽ ഗ്യാമേറ്റ് ആണ് കേട്ടോ. ഞാൻ കുറച്ച് പ്രത്യേകത പഠിച്ചാൽ അത് മൈക്രോസ്കോപ്പിക് ആയിരിക്കും, വളരെ ചെറുതായിരിക്കും. അതുകൊണ്ടാണ് ഒരുപാടെണ്ണം ഉണ്ടാവുക, കോടിക്കണക്കിനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, സോ സ്പേം ഈസ് മെയിൽ ഗ്യാമേറ്റ് വിച്ച് ആർ മൈക്രോസ്കോപ്പിക്, വളരെ ചെറുതാണ്. ആൻഡ് ഓൾസോ ദേ ആർ മോട്ടൈൽ. ഓക്കെ, വാട്ട് യു മീൻ മോട്ടൈൽ? മോട്ടൈൽ എന്ന് പറഞ്ഞാൽ ദേ ആർ ഏബിൾ ടു മൂവ് ചെയ്യാൻ കഴിവുള്ളവയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പേംസിനെ കുറിച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെ പറഞ്ഞാൽ സ്പേംസ് എന്ന് പറഞ്ഞാൽ മെയിൽ ഗ്യാമേറ്റ് ആണ്. ഇത് മൈക്രോസ്കോപ്പിക് ആയിരിക്കും, ചെറുതായിരിക്കും, ഒരുപാട് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും അറ്റ് എ ടൈം, ഒരേ സമയം ഒരുപാട് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് സ്പേംസ് ആർ മോട്ടൈൽ. സ്പേംസിന് എന്ത് കഴിവുണ്ട്, മൂവ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പേംസിൻ്റെ മോർഫോളജിയാണ്. സ്പേംസിൻ്റെ മോർഫോളജിയാണ് സ്പേമിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഒരു സ്പേമിൻ്റെ സ്ട്രക്ചറിന് പ്രധാനമായിട്ട് സ്പേമിന് ഉണ്ടാവുക 3 ഭാഗങ്ങളാണ്. ഓക്കെ, എ സ്പേം കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. ഓക്കെ, 3 ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് സ്പേമിന് ഉണ്ടാവുക. ദിസ് പാർട്ട് ഈസ് കോൾഡ് ഹെഡ്. ഓക്കെ, ആൻഡ് ദിസ് പാർട്ട് ഈസ് കോൾഡ് മിഡിൽ പീസ്. ആൻഡ് ദിസ് പാർട്ട് ഈസ് കോൾഡ് ടെയിൽ. ഓക്കെ, അപ്പോൾ ഒരു സ്പേമിൻ്റെ മോർഫോളജി നോക്കുകയാണെങ്കിൽ ഒരു സ്പേമിന് പ്രധാനമായിട്ടും
മൂന്ന് ഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക. ഏതൊക്കെയാണത്? ഒന്ന് ഹെഡ്, മിഡിൽ പീസ്, ടെയിൽ. ഓക്കെ, സോ എ സ്പേം ഹാവ് 3 parts. സ്പേം 3 ഭാഗങ്ങൾ ഉണ്ടാവും, ഹെഡ്, മിഡിൽ പീസ്, ടെയിൽ. ഓക്കെ, ഇനി ഓരോന്ന് നോക്കാം. ഒന്ന് ടെയിലാണ്. ടെയിലിൻ്റെ ഡ്യൂട്ടി എന്താ? ഓരോന്നിൻ്റെ ഈ 3 ഭാഗങ്ങളുടെ പേര് പഠിക്കുക, ഡ്യൂട്ടിയും പഠിക്കാം കേട്ടോ. ടെയിലിൻ്റെ ഡ്യൂട്ടി എന്താ വെച്ചാൽ ടെയിൽ ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് സ്പേം. നമ്മൾ പറഞ്ഞു സ്പേം മോട്ടൈലാണ്, സ്പേമിന് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. സ്പേമിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കാനാണ് ടെയിലാണ്. ഈ ടെയിൽ ഇങ്ങനെ സ്വിങ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഇത് മൂവ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ടെയിൽ. അപ്പോൾ സ്പേമിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ടെയിൽ. ടെയിലിൻ്റെ ഡ്യൂട്ടി എന്താണ്? ടെയിൽ ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് സ്പേം. സ്പേമിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ഭാഗമാണ് ടെയിൽ. ഓക്കെ, നൗ വാട്ട്സ് ദ ഡ്യൂട്ടി ഓഫ് മിഡിൽ പീസ്? മിഡിൽ പീസ് ആ ഒരു ഭാഗത്താണ് നമ്മുടെ മൈറ്റോകോൺട്രിയ ഉണ്ടാവുക. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാണ് മൈറ്റോകോൺട്രിയ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? സെൽ ഓർഗനിലായ മൈറ്റോകോൺട്രിയ. ആൻഡ് വാട്ട് വാസ് ദ ഡ്യൂട്ടി ഓഫ് മൈറ്റോകോൺട്രിയ? മൈറ്റോകോൺട്രിയ ഡ്യൂട്ടി എന്തായിരുന്നു? ഓർത്ത് നോക്ക്, എന്തായിരുന്നു? എനർജി പ്രൊഡക്ഷൻ അല്ലേ? ആവശ്യമായ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയാണ്. ഓക്കെ, അപ്പോൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈറ്റോകോൺട്രിയ എവിടെ ഉണ്ടാവുക? മിഡിൽ പീസിലാണ് ഉണ്ടാവുക. ഓക്കെ, സോ ദ മിഡിൽ പീസ് ഓഫ് സ്പേം, the middle piece of sperm consists of mitochondria which provide energy for sperm. സ്പേമിന് ആവശ്യമായ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന മൈറ്റോകോൺട്രിയ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? നമുക്ക് മിഡിൽ പീസിലാണ് കാണാൻ പറ്റുക. ഓക്കെ അല്ലേ? നൗ ദ ലാസ്റ്റ് പാർട്ട് ഈസ് ഹെഡ്. ഹെഡ് എന്ന ഭാഗത്ത് എന്തുണ്ടാവും? ഹെഡിൻ്റെ അവിടെയാണ് ന്യൂക്ലിയസ് ഉണ്ടാവുക. ഓക്കെ, ഹെഡിലാണ് എന്തുണ്ടാവുക? ന്യൂക്ലിയസ് ഉണ്ടാവുക. So the nucleus can be seen at the head portion. ഹെഡ് പോർഷനാണ് ന്യൂക്ലിയസ് ഉണ്ടാവുക. ഈ ന്യൂക്ലിയസിലാണ് പെറ്റേണൽ ക്രോമസോം ഉണ്ടാവുക കേട്ടോ. ക്രോമസോം എന്താണെന്നൊക്കെ നമ്മൾ 8ാം ക്ലാസ് പഠിച്ചതാണ്, ഈ വർഷം നിങ്ങൾ പഠിച്ചതാണ്. ന്യൂക്ലിയസ്, ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണത്? നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ്, ക്രോമാറ്റിൻ നെറ്റ്വർക്ക്. ഈ ക്രോമാറ്റിൻ നെറ്റ്വർക്കാണ് ക്രോമസോമായിട്ട് മാറുക കേട്ടോ. ആ ക്രോമസോമിൻ്റെ മുകളിലാണ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളൊക്കെ ഉണ്ടാവുക. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ്, സെല്ലിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ആ ക്രോമസോമുകൾ ഉണ്ടാവുക ഈ ന്യൂക്ലിയസിനുള്ളിലാണ്. ക്രോമസോമുകളിലാണ് എന്തുണ്ടാവുക? ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകൾ ഉണ്ടാവുക. അപ്പോൾ ഒരു കുട്ടിയിലേക്ക് എത്തുന്ന ക്രോമസോമുകൾ പകുതി അച്ഛനിൽ നിന്നും പകുതി അമ്മയിൽ നിന്നുമാണ് വരിക. മൊത്തം 46 ക്രോമസോമാണ് ഒരു സെല്ലിൽ ഉണ്ടാവുക. ആ 46 ക്രോമസോമുകളിൽ 23 അച്ഛനിൽ നിന്നും 23 അമ്മയിൽ നിന്നാണ് വരിക. അച്ഛൻ എന്ന് പറഞ്ഞാൽ സ്പേമിൽ നിന്നും. സ്പേമിലെ 23 ക്രോമസോമും അതുപോലെ ഫീമെയിൽ ഗ്യാമേറ്റിലെ 23 ക്രോമസോമും ചേർന്നിട്ടാണ് കുട്ടിയിലെ 46 ക്രോമസോമുകൾ ഉണ്ടാവുക. ആ അച്ഛനിൽ നിന്ന് വരുന്ന 23 ക്രോമസോമുകളെയാണ് എന്ത് വിളിക്കുക? പെറ്റേണൽ ക്രോമസോം എന്ന് വിളിക്കുക. പെറ്റേണൽ, പി. ഓക്കെ, പെറ്റേണൽ ക്രോമസോം എന്ന് വിളിക്കുക കേട്ടോ. സോ വാട്ട് യു മീൻ ബൈ പെറ്റേണൽ ക്രോമസോം? ഇറ്റ്സ് നത്തിങ് ബട്ട് ദീസ് ആർ ദ ക്രോമസോംസ് വിച്ച് പ്രസൻറ്റ് ഇൻ മെയിൽ ഗ്യാമേറ്റ്. മെയിൽ ഗ്യാമേറ്റിലുള്ള ക്രോമസോമുകളെയാണ് പെറ്റേണൽ ഗ്യാമേറ്റ് കേട്ടോ. ഈ ക്രോമസോമുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വർഷം പഠിക്കും. 9ാം ക്ലാസ് നിങ്ങൾ പഠിക്കും. ഇപ്പോൾ തൽക്കാലം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകൾ. നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടറൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഭാഗങ്ങളാണ് ജീനുകൾ. ഈ ജീനുകൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ക്രോമസോമുകളുടെ മുകളിലാണ്. ഓക്കെ, ഇനി ഈ ക്രോമസോമുകൾ കാണുക ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പെറ്റേണൽ ക്രോമസോം അച്ഛനിൽ നിന്നും കുഞ്ഞിലേക്ക് വരേണ്ട ക്രോമസോമാണ് പെറ്റേണൽ ക്രോമസോം. ആ പെറ്റേണൽ ക്രോമസോം എവിടെ ഉണ്ടാവുക? ന്യൂക്ലിയസിലാണ് ഉണ്ടാവുക. ആ ന്യൂക്ലിയസ് എവിടെ ഉണ്ടാവുക? ഈ ഹെഡ് പോർഷനിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ സ്പേമിൻ്റെ ഹെഡ് പോർഷനാണ് ന്യൂക്ലിയസിൽ ഉണ്ടാവുക. ന്യൂക്ലിയസിലാണ് പെറ്റേണൽ ക്രോമസോം, കുട്ടിയിലേക്ക് വരാനുള്ള അച്ഛനിൽ നിന്ന് വരാനുള്ള ക്രോമസോം അവിടെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മോർഫോളജി ഓഫ് സ്പേം. അപ്പോൾ സ്പേമിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്: ടെയില്, മിഡിൽ പീസ്, ഹെഡ്. ടെയില് മൂവ്മെൻറ്റിനെ സഹായിക്കും. മിഡിൽ പീസ് അതിനുള്ള മൈറ്റോകോൺട്രിയാണ് എനർജി പ്രൊഡക്ഷനെ സഹായിക്കുക. ഹെഡിനുള്ളിലാണ് ന്യൂക്ലിയസ് ഉണ്ടാവുക. ആ ന്യൂക്ലിയസിലാണ് പെറ്റേണൽ ക്രോമസോം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് യുവർ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് പഠിക്കാനുള്ളത്. ഒരിക്കൽ കൂടി പറയാതെ, ഈ ക്ലാസ് കാണുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ, ടോപ്പിക് കാണുമ്പോൾ
ടെക്സ്റ്റ് ബുക്ക് വെച്ച് വേണം നിങ്ങൾ കാണാൻ. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കാണാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. സ്പേമിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ ഇറ്റ്സ് മീ വിപിൻ മാമ്പറ്റ. ഗുഡ് ബൈ.